Welcome to CBSE Classroom. I am Irfana. നമ്മൾ ഇന്ന് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 6 ലൈഫ് പ്രോസസ്സിനെ ബേസ് ചെയ്ത് 6th ക്ലാസ് ആണ് ചെയ്യുന്നത്. അതായത് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഹ്യൂമൻസിന്റെ പാർട്ട് 2. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് നമ്മൾ ഓൾറെഡി 5 ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ ക്ലാസ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഹ്യൂമൻസ് ആയിരുന്നു. അപ്പൊ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ടോപ്പിക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു ഹാഫ് പോർഷനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ബാക്കി പോർഷൻ നോക്കാം. നമ്മൾ ഹാർട്ട് എന്താണ്, ഹാർട്ടിന്റെ ഫംഗ്ഷനിങ് എന്താണ്, ഡബിൾ സർക്കുലേഷൻ എന്താണ്, ബ്ലഡ് എന്താണ്, അങ്ങനെ ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കുറെ 1 മാർക്ക് ക്വസ്റ്റ്യൻസും 2 മാർക്ക് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഈ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി അതിന്റെ കണ്ടിന്യൂഷൻ, അതായത് ഹാർട്ടിന്റെ റിലേറ്റഡ് ഫാക്ട്സ്, അതായത് ബ്ലഡ് വെസൽസും ലിംഫും അങ്ങനെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും കൂടി എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങളും കൂടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഹാർട്ടിന്റെ ഷേപ്പും ഹാർട്ടിലെ ചാമ്പേഴ്സും അതിനെയൊക്കെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഞാനിത് ജസ്റ്റ് ആയിട്ട് ഒരു റഫ് ഡയഗ്രാം വരച്ചതാണ് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ ഇൻ ഹ്യൂമൻസിനെ ബേസ് ചെയ്ത് നമ്മൾ ചെയ്ത കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, മേലെ ഐക്കാർട്ടിലും കൊടുക്കാം. അപ്പൊ ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവര് അതൊന്ന് കാണണം, എങ്കിൽ മാത്രമേ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഹാർട്ടിന് 4 ചാമ്പേഴ്സ് ഉണ്ടെന്ന്. അതുപോലെ തന്നെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഉണ്ട്. വരക്കുമ്പോ എപ്പോഴും നമ്മളുടെ റൈറ്റിലാണ് ലെഫ്റ്റ് സൈഡ് വരയ്ക്കുക, നമ്മളുടെ ലെഫ്റ്റിലാണ് ഹാർട്ടിന്റെ റൈറ്റ് വരയ്ക്കുക. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നമ്മൾ വരക്കുന്ന കാര്യമൊക്കെ അല്ലെ. അപ്പോ ഹാർട്ടിന് റൈറ്റ് സൈഡും ഉണ്ട് ലെഫ്റ്റ് സൈഡും ഉണ്ട്. അതുപോലെ ഡിഫറെന്റ് ചാമ്പേഴ്സ് ഉണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് ചാമ്പേഴ്സ് ഉള്ളത് എന്തിനാ, അല്ലെങ്കിൽ ഇങ്ങനെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനാ? ഇതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഹാർട്ട് ഇങ്ങനെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താ, അല്ലെങ്കിൽ ഡിഫറെന്റ് ചാമ്പേഴ്സ് ഒക്കെ വെച്ച് ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താ? വാട്ട് ഈസ് ദ നീഡ്? അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡിനെയും ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെയും സെപ്പറേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓക്സിജനേറ്റഡ് ബ്ലഡും ഡീഓക്സിജനേറ്റഡ് ബ്ലഡും സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഹാർട്ടിന് 4 ചാമ്പേഴ്സ് ഉള്ളത്. പക്ഷെ എന്തിനാണ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത്? അത് അനദർ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ബോഡിയിൽ ഓക്സിജനേറ്റഡ് ബ്ലഡിനെയും ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെയും നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കേണ്ടതിന്റെ ആവശ്യം എന്താ? അതായത് നമ്മൾ ഹ്യൂമൻ ബീങ്സിനും മാത്രമല്ല എല്ലാ മാമൽസിനും അതുപോലെ തന്നെ ബേർഡ്സിനും, നമ്മുടെ ഹ്യൂമൻ ബീങ്സ് പോലെ തന്നെയാണ് ബേർഡ്സും. ഓക്കെ, അപ്പൊ ഹ്യൂമൻ ബീങ്സിനും മറ്റെല്ലാ മാമൽസിനും ബേർഡ്സിനും ഒക്കെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അല്ലെ, നമുക്കൊരു ഫിക്സ്ഡ് ബോഡി ടെമ്പറേച്ചർ ഉണ്ടല്ലോ, 37°C ഒരു ഇതിലാണ് വരുന്നത്. അതുപോലെ നമ്മൾ ഹ്യൂമൻ ബീങ്സിന് പോലെ മറ്റു മാമൽസിനൊക്കെ ഒരു കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ ഉണ്ട്. ഈ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? എനർജി യൂസ് ചെയ്യണം അല്ലെ. നമ്മളുടെ ബോഡിയിൽ എനർജി യൂസ് ചെയ്താൽ മാത്രമേ ഒരു കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെന്ത് വേണം? നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബോഡിയിൽ എനർജി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എനർജി യൂസ് ചെയ്യണമെങ്കിൽ, നമ്മുടെ ബോഡിയിൽ നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഓക്സിജൻ വേണം. അപ്പോൾ ഓക്സിജന്റെ സഫിഷ്യന്റ് സപ്ലൈ വേണം. ബോഡിയിലേക്ക് ഓക്സിജൻ സഫിഷ്യന്റ് സപ്ലൈ കിട്ടണമെങ്കിൽ ആവശ്യത്തിന് ഓക്സിജനേറ്റഡ് ബ്ലഡ് വേണം. അതിനെന്ത് വേണം? ഓക്സിജനേറ്റഡ് ബ്ലഡ് എപ്പോഴും സെപ്പറേറ്റഡ് ആയിട്ട് ഉണ്ടാവണം. ഓക്കെ, അപ്പോ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഞാൻ എല്ലാം ഷോർട്ട് ആക്കിയാണ് എഴുതുന്നത്. ഓക്കെ, ഓക്സിജനേറ്റഡ് ബ്ലഡ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ കിട്ടുള്ളൂ. സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ ബോഡിയിൽ കോൺസ്റ്റന്റ് ആയിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബോഡിയിൽ കോൺസ്റ്റന്റ് ആയിട്ട് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബോഡിയിൽ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ആർക്കൊക്കെ? ഹ്യൂമൻ ബീങ്സിനും മാമൽസിനും അതുപോലെ തന്നെ ബേർഡ്സിനും. ഓക്കെ, എല്ലാ മാമൽസിനും, നമ്മളും മാമൽസിൽ പെടും അല്ലെ, എല്ലാ മാമൽസിനും അതുപോലെ തന്നെ ബേർഡ്സിനും ബോഡിയിൽ എന്ത് വേണം? ഒരു കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ വേണം. ഈ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്താ? നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എനർജി വേണം. ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ബോഡിയിൽ എന്ത് വേണം? സഫിഷ്യന്റ് സപ്ലൈ ഓഫ് ഓക്സിജൻ വേണം. സഫിഷ്യന്റ് സപ്ലൈ ഓഫ് ഓക്സിജൻ വേണമെങ്കിൽ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. ഇങ്ങനെ ഓക്സിജനേറ്റഡ് ബ്ലഡിനെയും ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെയും സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ബോഡിയിൽ ഡിഫറെന്റ് ചാമ്പേഴ്സ് ഉള്ളതും റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതും. അപ്പോൾ ഹ്യൂമൻ ബീങ്സിനും അതുപോലെ തന്നെ എല്ലാ മാമൽസിനും ബേർഡ്സിനും ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാമെങ്കിൽ
നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ എന്ത് വേണം? എനർജി വേണം. അതായത് കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത് നമ്മളുടെ ബോഡിയിൽ തന്നെയാണ്. അതിനെന്ത് വേണം? സഫിഷ്യന്റ് സപ്ലൈ ഓഫ് എനർജി വേണം. എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ സഫിഷ്യന്റ് സപ്ലൈ ഓഫ് ഓക്സിജൻ വേണം. അങ്ങനെ ആവശ്യത്തിന് ഓക്സിജൻ നമ്മുടെ ബോഡിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത്. അത് മാമൽസിന്റെ കാര്യം, ഓക്കെ, അല്ലെങ്കിൽ ബേർഡ്സിന്റെ കാര്യം. ഇനി ആംഫീബിയൻസും റെപ്റ്റൈൽസും ഒക്കെ ആണെങ്കിലോ, ആംഫീബിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലാൻഡിലും വാട്ടറിലും ജീവിക്കുന്ന ടോർട്ടോയ്സും ഫ്രോഗും ഒക്കെയുള്ള അതുപോലെയുള്ള ഓർഗാനിസംസ് അല്ലെ ആംഫീബിയൻസ്. റെപ്റ്റൈൽസോ നമ്മുടെ ക്രൊക്കോഡൈലും അതുപോലെയുള്ള ഓർഗാനിസംസ്. അപ്പൊ ഈ ആംഫീബിയൻസിനും റെപ്റ്റൈൽസിനും ഒക്കെ എങ്ങനെയാ അവരുടെ ബോഡി ടെമ്പറേച്ചർ എന്തിലാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. അതായത് അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവരുടെ ബോഡി ടെമ്പറേച്ചർ അതിനനുസരിച്ചാവും. അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ അവരുടെ ബോഡി ടെമ്പറേച്ചർ അതിനനുസരിച്ചാവും. അതായത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്താണോ അതിനനുസരിച്ചാണ് ആംഫീബിയൻസിന്റെയും റെപ്റ്റൈൽസിന്റെയും ബോഡി ടെമ്പറേച്ചർ. അപ്പോൾ ഇവരുടെ ബോഡി ടെമ്പറേച്ചർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. ഓക്കെ, ഞാൻ ഷോർട്ടാക്കിയാണ് എഴുതുന്നത്, പക്ഷെ നിങ്ങൾക്ക് ലെക്ചർ നോട്ടിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് സമയം കൂടുതൽ ഫാക്ട്സ് കൂടുതൽ മാർക്സ് അല്ലെ, വെറുതെ എഴുതി ടൈം കളയണ്ടല്ലോ. അപ്പോൾ ആംഫീബിയൻസിന്റെ റെപ്റ്റൈൽസിന്റെ ഒക്കെ ബോഡി ടെമ്പറേച്ചർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെ. അതുകൊണ്ട് തന്നെ ഇവരുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ബോഡിയുടെ ഉള്ളിൽ നിന്ന് അധികം എനർജി ആവശ്യമില്ല. കാരണം എന്താ? അറ്റ്മോസ്ഫിയറിക് എനർജിനെ അല്ലേ, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെ അല്ലേ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എനർജി ലെസ് മതി. ഓക്കെ, ലെസ് എനർജി. നമ്മള് മാമൽസിന്റെയും ബേർഡ്സിന്റെയും ഒന്നും പോലെ ആംഫീബിയൻസിനും റെപ്റ്റൈൽസിനും അധികം എനർജി വേണ്ട ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ. അതിന്റെ റീസൺ എന്താ? അഗെയിൻ 1 മാർക്ക് ക്വസ്റ്റിനോ 2 മാർക്ക് ക്വസ്റ്റിനോ ഒക്കെ ആയിട്ട് പ്രതീക്ഷിക്കാം. അതിന്റെ റീസൺ എന്താ? അവരുടെ ബോഡി ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അധികം എനർജി വേണ്ട, ലെസ് എനർജി മതി. ലെസ് എനർജി മതിയെങ്കിൽ ലെസ് ഓക്സിജനും മതി, ഓക്സിജൻ സപ്ലൈ കുറവ് മതി. ഓക്സിജൻ സപ്ലൈ കുറവ് മതിയെങ്കിൽ ഓക്സിജനേറ്റഡ് ബ്ലഡും ഡീഓക്സിജനേറ്റഡ് ബ്ലഡും ഫുള്ളായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കണം എന്നില്ല. കുറച്ച് മിക്സിംഗ് ഒക്കെ അവര് ടോളറേറ്റ് ചെയ്തോളും. ഓക്കെ, അതായത് മിക്സിംഗ് ടോളറേറ്റ് ചെയ്തോളും. അതായത് ആംഫീബിയൻസിന്റെ റെപ്റ്റൈൽസിന്റെ ബോഡിയിൽ ഓക്സിജനേറ്റഡ് ബ്ലഡും ഡീഓക്സിജനേറ്റഡ് ബ്ലഡും കുറച്ച് മിക്സ് ആയാലൊന്നും കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ ഹ്യൂമൻ ബീങ്സിനൊക്കെ എങ്ങനെയാ 4 ചേമ്പേഴ്സ് ആണ്, കംപ്ലീറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ഇവർക്കാണെങ്കിൽ അങ്ങനെ ഫുള്ളായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കേണ്ട, കുറച്ച് മിക്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്സിജനേറ്റഡ് ബ്ലഡും ഡീഓക്സിജനേറ്റഡ് ബ്ലഡും കുറച്ച് മിക്സ് ആയാൽ കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ? അവർക്ക് അധികം ഓക്സിജൻ വേണ്ട, കാരണം അവർക്ക് അധികം എനർജി വേണ്ട. കാരണം എന്താ? അവരുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അധികം എനർജി വേണ്ട. കാരണം അവര് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് എത്ര ചേമ്പേഴ്സ് ആണ് ഉള്ളത്? 3 ചേമ്പേഴ്സ്. ഓക്കെ, ആംഫീബിയൻസിനും റെപ്റ്റൈൽസിന്റെ ഒക്കെ ഹാർട്ടിന് 3 ചേമ്പേഴ്സ് ഉള്ളൂ. 4 ചേമ്പേഴ്സ് ഉണ്ടെങ്കിലല്ലേ ഒട്ടും മിക്സ് ചെയ്യാതിരിക്കുക അല്ലെ. നമ്മുടെ ബേർഡ്സിനും മാമൽസിനും ഒക്കെ അങ്ങനെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് 4 ചേമ്പേഴ്സ് ഉള്ളത്. പക്ഷെ ആംഫീബിയൻസിന്റെ റെപ്റ്റൈൽസിന്റെയും കേസിൽ കുറച്ച് മിക്സിംഗ് ഒക്കെ അവർ ടോളറേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ 4 ചേമ്പേഴ്സിന്റെ ആവശ്യകത അവിടെ ഇല്ല. ആംഫിബിയൻസിന്റെ റെപ്റ്റൈൽസിന്റെയും ബോഡിയിൽ എത്ര ചേമ്പേഴ്സാ ഉള്ളത്? 3 ചേമ്പേഴ്സ്. ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കുക. ആംഫിബിയൻസിന്റെ റെപ്റ്റൈൽസിന്റെയും ബോഡിയിൽ ഹാർട്ടിൽ എത്ര ചേമ്പേഴ്സ് ആണുള്ളത്? 3 ചേമ്പേഴ്സ്. അതിന്റെ റീസൺ എന്താ? അല്പം മിക്സിംഗ് ഒക്കെ അവര് ടോളറേറ്റ് ചെയ്യും. ഓക്കെ, അതിന്റെ റീസൺ ഇതാണ്. 2 മാർക്ക് ക്വസ്റ്റ്യനോ 3 മാർക്ക് ക്വസ്റ്റ്യനോ ആയിട്ടോ വരാം. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യണം. ഫിഷിന് എത്ര ചേമ്പേഴ്സ് ഉണ്ട്? ഫിഷിന്റെ ഹാർട്ടിൽ എത്ര ചേമ്പേഴ്സ് ഉണ്ട്? 2 ചേമ്പേഴ്സ് ആണുള്ളത്. 2 ചേമ്പേഴ്സ്. അതായത് ഫിഷിന്റെ ബോഡിയിൽ ബ്ലഡ് പമ്പ് ചെയ്യുന്നത് നേരെ പോകുന്നത് എങ്ങോട്ടാ? ഗിൽസിലോട്ടാണ്. ഓക്കെ, ബ്ലഡ് പമ്പ് ചെയ്യുന്നത് നേരെ പോകുന്നത് ഫിഷിന്റെ ഗിൽസിലോട്ടാണ്. ഈ ഗിൽസിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ബ്ലഡ് ഓക്സിജനേറ്റഡ് ആവും. ബ്ലഡ് ഓക്സിജനേറ്റഡ് ആവും. നമുക്കറിയാം ഫിഷ് ഓക്സിജൻ അബ്സോർബ് ചെയ്യുന്നത് എവിടെന്നാ? വാട്ടറിൽ നിന്ന് അല്ലെ. വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജൻ ആണ് എടുക്കുന്നത്. നമ്മൾ റെസ്പിറേഷൻ പറഞ്ഞപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോ അത് നമ്മുടെ ഒരു 3rd ക്ലാസ്സിൽ, ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന 6th ക്ലാസ് ആണിത്. 3rd ക്ലാസ്സിലാണ് ഈ ഡിസോൾഡ് ഓക്സിജന്റെ കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ 3rd ക്ലാസ്സിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും കാണും. അപ്പൊ ആ ക്ലാസ്സുകളൊക്കെ കാണുക. കാരണം ഇഷ്ടംപോലെ 2 മാർക്ക് ക്വസ്റ്റ്യൻസും 3 മാർക്ക് ക്വസ്റ്റ്യൻസും വരുന്ന ഒരു ഏരിയ ആണ് അത്. ഓക്കെ, അപ്പോ ഗിൽസ്. ഫിഷിന്റെ ബോഡിയിൽ ബ്ലഡ് ഡയറക്റ്റ് പമ്പ് ചെയ്യുന്നത് എങ്ങോട്ടാ? ഗിൽസിലോട്ടാണ്. ഈ ഗിൽസിൽ വെച്ചിട്ട്
ഓക്സിജൻ, ഈ ഡിസോൾഡ് ഓക്സിജൻ ഗിൽസിൽ കാണും. ഈ ഓക്സിജൻ ബ്ലഡ് ആയിട്ട് മിക്സ് ആവും. അങ്ങനെ ഗിൽസിൽ വെച്ചിട്ടാണ് ബ്ലഡ് ഓക്സിജനേറ്റഡ് ആവുന്നത്. ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് പിന്നെ എന്ത് ചെയ്യും? എല്ലാ ബോഡി പാർട്സിലോട്ടും പോകും. ഓക്കെ, അപ്പൊ ഫിഷിന്റെ കേസില് ബ്ലഡ് എങ്ങോട്ടാ ആദ്യം പമ്പ് ചെയ്യുന്നത്? ഗിൽസിലോട്ട്. ഗിൽസിൽ വെച്ചാണ് ബ്ലഡ് ഓക്സിജനേറ്റഡ് ആവുന്നത്. ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് എല്ലാ ബോഡി പാർട്സിലോട്ടും പോകുന്നത്. അപ്പൊ ഫിഷിന്റെ കേസിലാണെങ്കിൽ ഹാർട്ടിൽ കൂടി ബ്ലഡ് ഒരു സർക്കിളില് ഒരു തവണയെ പാസ് ചെയ്യുന്നുള്ളൂ. സിംഗിൾ സർക്കുലേഷൻ ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ കേസിലും മറ്റു വെർട്ടിബ്രേറ്റ്സിന്റെ കേസിലൊക്കെ എന്താ, ഹാർട്ടിൽ കൂടി 2 തവണ ബ്ലഡ് പാസ് ചെയ്യും അല്ലെ? ഡബിൾ സർക്കുലേഷൻ. ഡബിൾ സർക്കുലേഷൻ എങ്ങനെയാന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. എക്സാമിന് 5 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഹാർട്ടിന്റെ ഡയഗ്രാം വരച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ആ ഡയഗ്രാം വരച്ച് അതിന്റെ ഒപ്പം ഡബിൾ സർക്കുലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഫിഷിന്റെ കേസിലാണെങ്കിൽ സിംഗിൾ സർക്കുലേഷൻ ആണ്. ആകെ 2 ചേമ്പേഴ്സ് ഉള്ളൂ ഹാർട്ടിന്. സിമ്പിൾ പ്രോസസ് ആണ്. ഗിൽസിലോട്ട് ബ്ലഡ് പമ്പ് ചെയ്യും. ഗിൽസിൽ വെച്ചിട്ട് ബ്ലഡ് ഓക്സിജനേറ്റഡ് ആവും. ഓക്സിജനേറ്റഡ് ബ്ലഡ് ബോഡി പാർട്സിലോട്ട് പോകും. ഇനി നമുക്ക് ബ്ലഡ് വെസൽസ് നോക്കാം. ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഓക്കെ, ബ്ലഡ് വെസൽസ് 2 ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ് ഏതൊക്കെയാണ്, അവരുടെ ഫംഗ്ഷൻ ഏതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ 3 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഹാർട്ടിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബോഡിയുടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ് 5 മാർക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഹാർട്ടിനെ കുറിച്ച് പറയണം, ഡബിൾ സർക്കുലേഷൻ പറയണം, ബ്ലഡ് പറയണം, ബ്ലഡിന്റെ ഫംഗ്ഷൻസ് പറയണം, ഒപ്പം ബ്ലഡ് വെസൽസും ഓരോ ബ്ലഡ് വെസൽസിന്റെ ഫംഗ്ഷൻസും ഒക്കെ പറയണം. അതായത് ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് പറയേണ്ടി വരും 5 മാർക്ക് ക്വസ്റ്റ്യൻ വന്നാൽ. അല്ലെങ്കിൽ ഇത് മാത്രം 3 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ തന്നെ ആർട്ടറിന്നും വെയിൻസിന്നും ഒബ്ജക്റ്റീവ് ടൈപ്പ് നമ്മുടെ MCQ 1 മാർക്ക് ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ പറയാം. അതായത് ബ്ലഡ് വെസൽസ് 2 ടൈപ്സ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്, ആർട്ടറീസും വെയിൻസും. വിച്ച് ആർ ദ 2 ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ് പ്രസന്റ് ഇൻ അവർ ബോഡി? ആർട്ടറീസ് ആൻഡ് വെയിൻസ്. ഓക്കെ, അപ്പൊ ആർട്ടറീസിന്റെ ഫംഗ്ഷൻ എന്താ? നമ്മളുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് എല്ലാ ബോഡി പാർട്സിലോട്ടും എത്തിക്കുന്നത് ആർട്ടറീസ് ആണ്. അപ്പോ ഫ്രം ദ ഹാർട്ട് ടു all body parts. Okay, ഹാർട്ടിൽ നിന്ന് എല്ലാ ബോഡി പാർട്സിലോട്ടും ബ്ലഡ് ക്യാരി ചെയ്യുന്നത് ആരാണ്? ആർട്ടറീസ്. സോ ആർട്ടറീസ് ആർ ദ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ഓൾ ദ ബോഡി പാർട്സ്. ഓക്കെ, ഇനി വെയിൻസ്. അടുത്ത ബ്ലഡ് വെസൽസ് എന്താണ്? വെയിൻസ്. വെയിൻസ് എന്താ ചെയ്യാ? നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് ആർട്ടറീസ് എല്ലാ ബോഡി പാർട്സിലോട്ടും എത്തിക്കും. ഇനി ബോഡി പാർട്സിൽ നിന്നുള്ള ബ്ലഡ് തിരിച്ച് ഹാർട്ടിലോട്ട് കളക്ട് ചെയ്യണ്ടേ? അതാരാ കളക്ട് ചെയ്യുന്നത്? വെയിൻസ്. സോ വെയിൻസ് ക്യാരി ബ്ലഡ് ഫ്രം ബോഡി പാർട്സ്. ഓക്കെ, ഫ്രം ഓൾ ബോഡി പാർട്സ് ടു ദ ഹാർട്ട്. ഓക്കെ, ടു ദ ഹാർട്ട്. നേരെ തിരിച്ച്. അപ്പോ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് ക്യാരി ചെയ്യുന്നത് ആരാ? ആർട്ടറീസ്. ബോഡി പാർട്സിൽ നിന്ന് ബ്ലഡ് ക്യാരി ചെയ്യുന്നത് ആരാ? വെയിൻസ്. അപ്പൊ കൂടുതൽ പ്രഷറുള്ള ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് ഏതിൽ കൂടിയാ? കൂടുതൽ പ്രഷറിൽ ബ്ലഡ് വരിക ഹാർട്ടിൽ നിന്നാണ് അല്ലെ? ഹാർട്ടിൽ നിന്ന് ബ്ലഡ് വരുന്നത് നല്ല ഫോഴ്സിലാണ്. അപ്പോ അത് ക്യാരി ചെയ്യുന്നത് ആരാ? ആർട്ടറീസ് അല്ലെ? ഹാർട്ടിൽ നിന്നുള്ള ബ്ലഡ് ക്യാരി ചെയ്യുന്നത് ആർട്ടറീസ് ആണ്. അതായത് ആർട്ടറീസ് ആണ് കൂടുതൽ ഫോഴ്സ് ഉള്ള ബ്ലഡ്, കൂടുതൽ പ്രഷർ ഉള്ള ബ്ലഡ് ക്യാരി ചെയ്യുന്നത് ആർട്ടറീസ് ആണ്. അതുകൊണ്ട് ആർട്ടറീസിന്റെ വാൾസ് എപ്പോഴും എന്തായിരിക്കും? തിക്ക് ആൻഡ് ഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, തിക്ക് ആയിരിക്കും, ഇലാസ്റ്റിക് ആയിരിക്കും. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ആർട്ടറീസിന്റെ ആണോ വെയിൻസിന്റെ ആണോ വാൾസ് കൂടുതൽ തിക്കർ? ആർട്ടറീസിന്റെ വാൾസ് ആയിരിക്കും തിക്കർ. റീസൺ പ്ലസ് റീസൺ ചോദിക്കാം. അപ്പൊ അത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയി. ആർട്ടറീസിന്റെ വാൾസ് കൂടുതൽ തിക്ക് ആയിരിക്കാനുള്ള റീസൺ എന്താ? ഹാർട്ടിൽ നിന്നുള്ള ബ്ലഡ് ക്യാരി ചെയ്യുന്നത് ആർട്ടറീസ് ആണ്. അതായത് കൂടുതൽ ഫോഴ്സിൽ വരുന്ന ബ്ലഡ് ക്യാരി ചെയ്യുന്നത് ആർട്ടറീസ് ആണ്. സോ ദേ ആർ തിക്ക് ആൻഡ് ഇലാസ്റ്റിക്. വെയിൻസ് എന്ന് പറഞ്ഞാലോ ബോഡി പാർട്സിൽ നിന്ന് തിരിച്ചു വരുന്ന ബ്ലഡ് ആണ്. ബോഡി പാർട്സിൽ നിന്ന് വരുന്ന ബ്ലഡിന് അധികം ഫോഴ്സ് ഉണ്ടാവില്ല, അധികം പ്രഷർ ഉണ്ടാവില്ല, ലെസ് പ്രഷർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവ ക്യാരി ചെയ്യുന്ന വെയിൻസിന് അധികം തിക്കർ ആവണ്ട, ലെസ് തിക്കർ ആണ്. ആർട്ടറീസിന്റെ വെയിൻസിന്റെ വാൾസ് കമ്പയർ ചെയ്യുമ്പോൾ മോർ തിക്കർ ആരാണ്? ആർട്ടറീസ് ആണ്. കാരണം എന്താ? ദേ ക്യാരി ബ്ലഡ് അണ്ടർ ഹൈ പ്രഷർ. വെയിൻസിലാവുമ്പോൾ അധികം പ്രഷർ ഇല്ല, അതുകൊണ്ട് തന്നെ അവരുടെ വാൾസ് അധികം തിക്കാവണ്ട. അപ്പൊ വെയിൻസിന്റെ വാൾസ് എന്താ? ലെസ് തിക്കർ ആണ്. ആർട്ടറീസിന്റെ വാൾസ് ആണ് കൂടുതൽ തിക്കർ. ഓക്കെ, വെയിൻസിന്റെ വാൾസ് തിന്നാന്ന് നമുക്ക് പറയാം. അപ്പോ 2 ടൈപ്സ് വെസൽസ് പഠിച്ചു. ഇനി വെയിൻസിന് വേറൊരു പ്രത്യേകത ഉണ്ട്. വെയിൻസിൽ എന്താ ഉണ്ടാവും? വാൾസ് ഉണ്ടാവും.
വാൾസിന്റെ ഫംഗ്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. എന്താ? ബ്ലഡ് ഒരു ഡയറക്ഷനിൽ തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്. ബാക്ക്വേർഡ് ഫ്ലോ ഇല്ല, റിവേഴ്സ് ഫ്ലോ ഇല്ല. ബ്ലഡ് ഫ്ലോസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ എന്ന് എൻഷുവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? വാൾസ്. അപ്പോ വെയിൻസിൽ എന്തുണ്ട്? വാൾസ് ഉണ്ട്. കാരണം ഈ ബോഡി പാർട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് ഹാർട്ടിലോട്ട് പോകുന്ന ബ്ലഡ് തിരിച്ചൊഴുകാതിരിക്കാൻ, സെയിം ഡിറക്ഷനിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, വൺ ഡിറക്ഷനിൽ തന്നെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? വാൾസ് ഉള്ളത്. അപ്പൊ ആർട്ടറീസിന്റെയും വെയിൻസിന്റെയും ഡിഫറൻസ് ചോദിക്കാം. ഓക്കെ, 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോ എപ്പോഴും നമ്മള് ഡിഫറൻസ് ആണ് ചോദിക്കുന്നെങ്കിൽ ഇങ്ങനെ ടേബിൾ വരയ്ക്കാം. ടേബിൾ വരച്ചിട്ട് 2 കോളം ആയിട്ട് വേണം. ഇവിടെ ആർട്ടറീസ് എഴുതാം, ഇവിടെ വെയിൻസ് എഴുതാം. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3 പോയിന്റ്സ് വേണം. ആർട്ടറീസിനെ കുറിച്ച് 3 പോയിന്റ്സ്, വെയിൻസിനെ കുറിച്ച് 3 പോയിന്റ്സ്. അങ്ങനെ 3 ഡിഫറൻസ് എഴുതി കഴിഞ്ഞാൽ ഒരു പോയിന്റിന് 1 മാർക്ക് വെച്ച് നമുക്ക് അവിടെ 3 മാർക്ക് കിട്ടും. അപ്പൊ ആർട്ടറീസിനെയും വെയിൻസിനെയും ബേസ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞ 3 മാർക്ക് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എന്തൊക്കെ എഴുതാം? ഒന്ന് ആർട്ടറീസിന്റെ ഫംഗ്ഷൻ. ആർട്ടറീസ് എന്താ? ഫ്രം ദ ഹാർട്ട് ടു ദ ബോഡി ആണ്. വെയിൻസ് ആണെങ്കിലോ ഫ്രം ബോഡി പാർട്സ് ടു ദ ഹാർട്ട്, തിരിച്ച്. ആർട്ടറീസ് ആണെങ്കിലോ വാൾസ് തിക്കാണ്, വെയിൻ ആണെങ്കിൽ അവരുടെ വാൾസ് തിന്നാണ്. ഇനി ആർട്ടറീസിലാണെങ്കിലോ വാൾവ്സ് ഇല്ല. ഓക്കെ, വെയിനിലാണെങ്കിലോ വാൾവ് ഉണ്ട്. ഓക്കെ, അപ്പൊ 3 പോയിന്റ്സ് ആയി. ഓക്കെ, ഇതിന് ഈ വാൾവിന്റെ യൂസ് എന്താണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ബാക്ക്വേർഡ് ഫ്ലോ ഇല്ലാതിരിക്കാൻ. അതുപോലെ ഇവിടെ തിക്കർ ആണെന്ന് പറഞ്ഞു നമ്മൾ. ആർട്ടറീസിലെ വാൾസ് തിക്കർ ആണെന്ന് പറഞ്ഞു. അതിന്റെ റീസൺ എന്താ? ബ്ലഡ് കൂടുതൽ ഫോഴ്സിൽ, പ്രഷറിലാണ് ഹാർട്ടിൽ നിന്ന് വരുന്നതെന്നുള്ള ആ ഒരു റീസൺ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അപ്പൊ ഇതാണ് മെയിൻ 3 പോയിന്റ്സ്. അപ്പോ 2 ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ് ഏതൊക്കെയാന്ന് കിട്ടി, അവരുടെ ഫങ്ഷൻസ് കിട്ടി, ഇവർ തമ്മിലുള്ള ഡിഫറൻസും കിട്ടി. നെക്സ്റ്റ് ടോപ്പിക് ബ്ലഡ് പ്രഷർ. ഇതിന്നും MCQs വരാറുണ്ട്. ഓക്കെ, നമുക്ക് ബോർഡ് എക്സാമിന് 20 മാർക്സ് അല്ലേ MCQ ക്വസ്റ്റ്യൻസ്, 1 വേർഡ് ആൻസർ വരുന്ന ഒരു 20 ക്വസ്റ്റ്യൻസ് കാണും അല്ലെ. അതിലൊക്കെ പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ബ്ലഡ് പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് ബ്ലഡ് പ്രഷറിന്റെ ഡെഫിനിഷൻ പഠിക്കണം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ബ്ലഡ് വെസൽസിൽ കൂടി ഫ്ലോ ചെയ്യുമ്പോൾ ഈ ബ്ലഡ് എന്ത് ചെയ്യും? ബ്ലഡ് വെസൽസിന്റെ വാൾസിൽ ഒരു പ്രഷർ, ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സിനെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. സോ ബ്ലഡ് പ്രഷർ ഇസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ബ്ലഡ്. എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്? ബ്ലഡ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. എവിടെയാണ് എക്സേർട്ട് ചെയ്യുന്നത്? ആ ബ്ലഡ് ക്യാരി ചെയ്യുന്ന വെസൽസ് ഉണ്ടല്ലോ, ആ വെസൽസിന്റെ വാൾസിൽ. അപ്പൊ ഡെഫിനിഷൻ ഞാൻ ഒന്നും കൂടി പറയാം, ശ്രദ്ധിക്കേ. ബ്ലഡ് പ്രഷർ ഇസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ബ്ലഡ് ഓൺ ദ വാൾസ് ഓഫ് ബ്ലഡ് വെസൽസ്. ബ്ലഡ് ക്യാരി ചെയ്യുന്ന ബ്ലഡ് വെസൽസിൽ ബ്ലഡ് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. ദാറ്റ് ഫോഴ്സ് ഇസ് നോൺ ആസ് ബ്ലഡ് പ്രഷർ. Another important question. ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്താ? സ്ഫിഗ്മോമാനോമീറ്റർ. ഓക്കെ, സ്ഫിഗ്മോമാനോമീറ്റർ. തെറ്റരുത്, സ്പെല്ലിംഗ് ഒക്കെ എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, സ്ഫിഗ്മോമാനോമീറ്റർ. ഇതും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്താണ്? സ്ഫിഗ്മോമാനോമീറ്റർ. ഓക്കെ, ഇനി ബ്ലഡ് പ്രഷറിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ 2 തരം പ്രഷർ വരുന്നുണ്ട്. അതായത് വെൻട്രിക്കുലാർ സിസ്റ്റോളും അതുപോലെ തന്നെ ഡയസ്റ്റോളും. ഓക്കെ, ഡയസ്റ്റോളും ഇതെന്താന്ന് പറയാം. അതായത് നമ്മുടെ വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യില്ലേ, കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് എന്ത്? സിസ്റ്റോള്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യുമല്ലോ, അതിനെയാണ് വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ എന്ന് പറയാം. തെറ്റിപ്പോയത്, നമ്മളുടെ വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്തിനെയാണ് വെൻട്രിക്കിൾ സിസ്റ്റോൾ എന്ന് പറയാം. വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യുന്ന ടൈമിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡയസ്റ്റോൾ. സിസ്റ്റോളിക് പ്രഷർ ആയിരിക്കും കൂടുതൽ. അതെത്രയാ? നമ്മളെപ്പോഴും മെർക്കുറിയുടെ ടേംസിലാണ് പറയുക. ഓക്കെ, അപ്പൊ 120 mm of Hg. നമ്മുടെ ബോഡിയിലെ സിസ്റ്റോളിക് പ്രഷർ എത്രയാണ്? 120 mm of Hg. അപ്പൊ ഡയസ്റ്റോളിക് പ്രഷറോ 80 mm of Hg. ഓക്കെ, 80 mm of Hg. അപ്പോ വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുമ്പോഴുള്ള പ്രഷറാണ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ. അതെത്രയാണ്? 120 mm of Hg. ഇനി നമ്മുടെ വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യുമ്പോൾ പ്രഷർ കുറയും. ആ റിലാക്സ് ചെയ്യുന്ന ടൈമിലാണ് വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ. അതെത്രയാണ്? 80 mm of Hg. നമ്മുടെ ബോഡിയിൽ
ഈ ബ്ലഡ് പ്രഷർ വല്ലാതെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഹൈപ്പർ പ്രഷർ എന്ന് പറയാം. ഓക്കെ, ഹൈപ്പർ പ്രഷർ, ഹൈപ്പർ ബ്ലഡ് പ്രഷർ. ഓക്കെ, ബ്ലഡ് പ്രഷർ വല്ലാതെ ഇൻക്രീസ് ചെയ്യുന്നതാണ് ഹൈപ്പർ പ്രഷർ. ഇങ്ങനെ ഹൈപ്പർ ബ്ലഡ് പ്രഷർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളുടെ ബ്ലഡ് വെസൽസ് ഒക്കെ പൊട്ടിപ്പോവാൻ, റപ്ചർ ചെയ്യാനും അങ്ങനെ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ബ്ലഡ് പ്രഷറിന്റെ ഡെഫിനിഷൻ പഠിക്കുക. ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ബ്ലഡ് on the blood vessels. Okay, the force exerted by the blood on the walls of blood vessels. പിന്നെ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാ? സ്ഫിഗ്മോമാനോമീറ്റർ. പിന്നെ നമ്മുടെ ബോഡിയിലെ 2 ടൈപ്സ് ഓഫ് പ്രഷർ എന്താണ്? വെൻട്രിക്കുലാർ സിസ്റ്റോളും വെൻട്രിക്കുലാർ ഡയസ്റ്റോളും. സിസ്റ്റോൾ എന്ന് പറയുന്നത് കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ്, കൂടുതലാണ്, 120 mm of Hg. ഡയസ്റ്റോൾ എന്ന് പറയുന്നത് വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യുമ്പോഴാണ്, എത്രയാണ്? 80 mm of Hg. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ട്രാൻസ്പോർട്ടേഷൻ ഇൻ ഹ്യൂമൻസിൽ ഹാർട്ട് റിലേറ്റ് ചെയ്തിട്ടും ബ്ലഡിനെ റിലേറ്റ് ചെയ്തും ഒക്കെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചിരിക്കുക, ലെക്ചർ നോട്ട് എഴുതുക, ലെക്ചർ നോട്ട് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 10 days ഒക്കെ കഴിയുമ്പോൾ ഈ ടോപ്പിക്സ് കുറച്ചൊന്ന് മറന്നുപോയി എന്ന് തോന്നുമ്പോൾ ഈ ക്ലാസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. രണ്ടാമത് കേൾക്കുമ്പോൾ ലെക്ചർ നോട്ട് എഴുതണ്ട, ഈ ആദ്യം എഴുതിയ ലെക്ചർ നോട്ടും എടുത്തു വെച്ചിട്ട് ഒന്ന് ക്ലാസ് കേൾക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ താഴെ ഒരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അപ്പോൾ അത് പ്രസ് ചെയ്യാം. പിന്നെ നമ്മൾ ഒരു ചാനലും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, PSC ക്ലാസ് റൂം. എന്താണ് PSC ക്ലാസ് റൂം? അപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന PSC ആസ്പിറൻസ് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഈ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്യാം. നമ്മുടെ PSC ക്ലാസ് റൂമിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ GK കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് ഇത് വിസിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ CBSE ക്ലാസ് റൂമിന് തന്ന എല്ലാ സപ്പോർട്ടും PSC ക്ലാസ് റൂമിനും കൊടുക്കണം. നിങ്ങളുടെ റിലേറ്റീവ്സിലും ഫ്രണ്ട്സിലൊക്കെ PSC ആസ്പിറൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ PSC ക്ലാസ് റൂം സജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.